അടുത്തതായി ശ്രീ GS ജയലാൽ 10 മിനിറ്റ്. സർ, ഞാൻ ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുകയാണ് സർ. സർ, കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ സുപ്രധാനമായൊരു ചുവടുവയ്പ്പാണ് സർ നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ അഭൂതപൂർവമായ ഈ വളർച്ച കേന്ദ്രത്തിൻ്റെ ചിറ്റമ നയം തരണം ചെയ്തുകൊണ്ടാണ് കേരളം കൈവരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം സർ. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷ ബദലിൻ്റെ പ്രസക്തി. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ തകർക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുമ്പോഴാണ് അതിനെ കേരളം അതിജീവിക്കുകയാണ് സർ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത് കഴിയുന്നില്ല സർ. അവിടെയാണ് ഇടതുപക്ഷ ബദൽ വെറും വാക്കല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത് സർ. ഒരു മരത്തെ നമ്മൾ അതിൻ്റെ മൂല്യം വിലയിരുത്തുന്നതിൻ്റെ ഫലം കണ്ടുകൊണ്ടാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഗുണഫലം അനുഭവിക്കാത്ത ഒരു കുടുംബം പോലും, അതിൻ്റെ തണലും കരുതലും അനുഭവിക്കാത്ത ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന വസ്തുത അഭിമാനത്തോടെയാണ് സർ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. സമാനതകളില്ലാത്ത ഈ വികസനത്തിൻ്റെ മണവും ഗുണവും വിവേചനമില്ലാതെ സ്വന്തം മണ്ഡലങ്ങളിൽ അനുഭവിച്ച ആളുകളാണ് ഈ പ്രതിപക്ഷ MLA-മാർ എന്ന വസ്തുതയെ നമ്മൾ മറക്കേണ്ട സർ. അവരെന്നാലും പ്രതിപക്ഷം ഇവിടെ അവാസ്തവങ്ങളുടെ ആകാശക്കോട്ട കെട്ടാൻ ശ്രമിക്കുകയാണ് സർ. സർ, ചില ആളുകളുണ്ട് ഈ സദ്യ വിളമ്പുമ്പോൾ നേരത്തെ വന്ന് സദ്യയുണ്ട്, മൃഷ്ടാന്നം ഭക്ഷിക്കും. തിരിച്ചു പോകുമ്പോൾ ഈ സദ്യ തന്നെ നിയമലംഘനമാണെന്നും സദ്യ നടത്തിയവർ നിയമലംഘകരാണെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്ന അത് ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സർ. ആ തരത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ നിയമസഭയിലെയും കേരളത്തിലെയും ഈ ഭരണത്തെ കാണുന്ന കാഴ്ചപ്പാടാണ് സർ. സർ, സത്യത്തെ വ്യാജ നിർമ്മിതികൾ കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം കേരളത്തിൽ. സർ, 2011-16 കാലത്തെ UDF കാലം അത് കേരളം മറന്നിട്ടില്ല സർ. അവിടെ നിന്ന് കേരളം ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ, ഈ ഗവൺമെൻറ് കടന്നു വന്നപ്പോൾ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാനാണ്, നവകേരള സൃഷ്ടിക്ക് വേണ്ടി 4 മിഷനുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പ്രവർത്തനം ആരംഭിച്ചത്. സോ അതിൽ എന്തായിരുന്നു UDF-ൻ്റെ കാലത്ത് 2011-16 കാലയളവിൽ ഒരു ചോദ്യം ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ 2024 ഇടതുപക്ഷം കേരളത്തിലെ എല്ലാ വീടുകളും സന്ദർശിക്കുക, ജനങ്ങളോട് ഈ സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളെ സംബന്ധിച്ച്, ഭരണപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അവരുടെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ എല്ലാ വീടുകളും സന്ദർശിക്കുകയാണ്. അതൊരു ആത്മവിശ്വാസമാണ് സർ. എന്നാൽ 2011-16 കാലയളവിൽ ഭരണത്തിലിരുന്ന UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് UDF-ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ കാളിയാൻ കഴിയുമായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ പോയി ആ സർക്കാരിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമായിരുന്നു. ഭരണത്തെ വിലയിരുത്താൻ വേണ്ടി അഭിപ്രായം ചോദിക്കാൻ കഴിയുമായിരുന്നു. എന്തായിരുന്നു സർ ആ കാലത്തെ സ്ഥിതി കേരളത്തിൽ? ആ എല്ലാ മേഖലയും നമുക്ക് വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ചോട് പറഞ്ഞല്ലോ. ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്ത് കുട്ടികൾക്ക് പാഠപുസ്തകം കൊടുത്ത ചരിത്രം കേരളത്തിൽ ആ UDF-ൻ്റെ ഗവൺമെൻറ് കാലത്തിൽ സർ ഉണ്ടായത്. പാഠപുസ്തകമില്ല. 4000 സ്കൂളുകളാണ് അടച്ചുപൂട്ടലിൻ്റെ വക്കിൽ നിന്നിരുന്നത്. ലാഭനഷ്ട കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നില്ലേ സർ? ഒരുപാട് വിശദീകരിച്ചു പോകുന്നില്ല. സാമൂഹ്യക്ഷേമ മേഖല എന്തായിരുന്നു? പെൻഷൻ കിട്ടാതെ 18 മാസത്തെ പെൻഷൻ കിട്ടാതെ 600 രൂപ പെൻഷൻ, വെറും 32 ലക്ഷം പേർക്ക് 600 രൂപ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ 18 മാസം കുടിശ്ശികയിട്ടിട്ട് ഒരു ചായ വാങ്ങി കുടിക്കാൻ കടം കിട്ടാത്ത നാടാക്കി ഈ പാവപ്പെട്ട മനുഷ്യനെ മാറ്റിയെടുത്ത ഗവൺമെൻറ് ആയിരുന്നില്ല. അവിടെ ഒരു ഭവന സന്ദർശനത്തിന് ആത്മവിശ്വാസം UDF-നുണ്ടായിരുന്നോ? എന്നാൽ ഈ മേഖലയെല്ലാം ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വന്നതിന് ശേഷം വന്ന മാറ്റം എന്താ? വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം ഇവിടെ പലരും വിവരിച്ചില്ലേ. 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, 50,000 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, വിദ്യാഭ്യാസ രംഗത്തിൻ്റെ മാറ്റം, രാജ്യത്തിന് മാതൃകയായി ലക്ഷക്കണക്കിന് കുട്ടികൾ ഇന്ന് പുതിയ നമ്മുടെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറിയില്ലേ സർ?
കുട്ടികൾ ലക്ഷക്കണക്കിന് ആളുകൾ, 5 കോടിയുടെ 141 സ്കൂളുകൾ, 3 കോടിയുടെ 386 സ്കൂളുകൾ, 1 കോടിയുടെ 446 സ്കൂളുകൾ, പുതിയ പോസ്റ്റ് ക്രിയേഷനുകൾ, ആയിരക്കണക്കിന് പോസ്റ്റുകൾ, അധ്യാപക വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കേരളത്തിൽ. ഇതൊരു മാറ്റമല്ലേ സാർ? ഇതിനെ ഇങ്ങനെ അവാസ്തവങ്ങൾ കൊണ്ട് മൂടിയാൽ എങ്ങനെയാണ് ഇതിനെ മറയ്ക്കാൻ കഴിയുക? വൈദ്യുതി രംഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് പവർ കട്ട് എന്ത് എന്നറിയില്ല. കേരളത്തിൽ പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. ഇതൊരു വലിയ മാറ്റമല്ലേ സാർ? എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിയ കാലമായി കേരളം മാറിയില്ലേ? സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ദാരിദ്ര്യമില്ലാതാക്കിയ സംസ്ഥാനം, രാജ്യത്തിന് മാതൃകയായി, ലോകത്തിന് മാതൃകയായി. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ പോലും അതിവേഗതയിൽ എങ്ങനെയാണ് ഈ മുതലാളിത്ത വ്യവസ്ഥിതിയിൽ കേരളത്തിൽ ഈ മാറ്റം കൈവരിച്ചതെന്ന് പഠിക്കാൻ വരികയാണ് സാർ. പഠിക്കാൻ വരികയാണ് കേരളത്തിൽ. ഇതാണ് ഇടതുപക്ഷ ബദൽ എന്ന് ഉദ്ദേശിച്ചത് സാർ. സാർ, വീടുകൾ ഏതാണ്ട് 5 ലക്ഷം ആളുകൾ, 4.5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്ത സംസ്ഥാനമാണ്. 5 ലക്ഷം പേർക്ക് വീട് പൂർത്തിയാക്കുന്ന സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ് സാർ. പട്ടയം കൈവശത്തിലിരിക്കുന്ന ഭൂമിയുടെ രേഖ ഒരു മനുഷ്യന്റെ സ്വപ്നമല്ലേ സാർ? 5 ലക്ഷം പേർക്ക് 4.1 ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷം പേരിലേക്ക് അത് തികയാൻ പോവാണ് സാർ. സാർ, ഇവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം, PSC നിയമനം, രാജ്യത്ത് PSC നിയമനം ഇല്ല. അഭിമാനത്തോടു കൂടിയില്ലേ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി സർക്കാർ പറയുന്നത്? രാജ്യത്ത് നടക്കുന്ന ആകെ PSC നിയമനത്തിന്റെ 42% മുകളിൽ കേരളത്തിലാണ്. ഏത് സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഇല്ലാതാക്കുമ്പോൾ ആ വേക്കൻസികൾ കരാർ തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ കേരളത്തിൽ 3 ലക്ഷത്തോളം ആളുകൾക്ക് നിയമനം നൽകിക്കൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമല്ലേ സർ കേരളത്തിൽ നടക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ പരിശോധിക്കും. എന്തായിരുന്നു സാർ UDFന്റെ കാലത്ത് ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി? നമ്മൾ തന്നെ കണക്ക് പരിശോധിക്കുമ്പോൾ 2016-നും 2024-നും ഇടയിൽ ലാഭം കിട്ടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം വെറും 9 ആയിരുന്നില്ലേ 2016 കേരളത്തിൽ? ഇന്ന് ആ 9-ൽ നിന്ന് 27 വർദ്ധിപ്പിക്കാൻ, 27 സ്ഥാപനങ്ങൾ ലാഭം കിട്ടുന്ന സ്ഥാപനങ്ങളായി വർദ്ധിപ്പിക്കാൻ LDFന്റെ ഈ പരിപാടി കഴിഞ്ഞില്ലേ സർ? സർ, കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലമല്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ 151-ൽ നിന്ന് 71 എണ്ണം കുറഞ്ഞു സർ, എണ്ണം കുറഞ്ഞു. UPയിൽ 117-ൽ നിന്ന് 45 കുറഞ്ഞു. ഗുജറാത്തിൽ, മോഡിയുടെ മോഡൽ സംസ്ഥാനമായ ഗുജറാത്തിൽ 406-ൽ നിന്ന് 139 കുറഞ്ഞു. മഹാരാഷ്ട്രയിൽ 343 98 കുറഞ്ഞു. പൊതുമേഖലകളെ പൊതു ഇടങ്ങളെ സംരക്ഷിക്കുന്നത്, അത് പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിലായാലും എല്ലാം തന്നെ ഞാൻ ഒരു വിസ്താരഭയത്തെ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല സർ. എല്ലാ മേഖലയിലും സാധാരണക്കാരൻ്റെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ കോർപ്പറേറ്റുകളെ താലോലിച്ചുകൊണ്ട് സാധാരണക്കാരൻ ഉപേക്ഷിക്കുന്ന ഒരു പൊതു സാമ്പത്തിക നയം രാജ്യത്ത് വല്ലാതെ കൊടികുത്തി വാഴുമ്പോഴാണ് കേരളത്തിൽ സാധാരണക്കാരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്ജറ്റ് വിഹിതം ചിലവാക്കുന്ന ഒരു ഗവൺമെന്റിനെ ഇടതുപക്ഷ ബദലായി കേരളത്തിൽ അവതരിപ്പിക്കുന്ന സർ. ഇതിനെ മറച്ചു പിടിക്കാൻ UDF ശ്രമിച്ചാൽ നടക്കില്ല. ജനം തിരിച്ചറിയുന്നുണ്ട് സർ. ഈ താൽക്കാലിക വിജയങ്ങൾ കണ്ട് മോഹിച്ചിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടി വെച്ച് സ്വപ്നം കണ്ടിട്ട് കാര്യമൊന്നുമില്ല. കണ്ണാടി വെച്ച് സ്വപ്നം കണ്ടിട്ടും പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്വപ്ന ലോകത്ത് ബാലഭാസ്കർമാരായി അവർക്ക് വിരാജിക്കാനേ പറ്റൂ സർ. സർ, ആരോഗ്യരംഗത്തിന്റെ മാറ്റം, ഇങ്ങനെ നിരവധിയായ എല്ലാ മേഖലയിലും. പിന്നെ ഞാൻ ഈ ഒരിക്കൽ നരേന്ദ്രമോദി പറഞ്ഞു, ഗുജറാത്തിലെ അഹമ്മദാബാദ് പോലെ കേരളം മാറ്റിയെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിന്റെ സ്ഥിതിയും ഗുജറാത്തിന്റെ സ്ഥിതിയും തമ്മിൽ പരിശോധിച്ചാൽ സ്ത്രീ സാക്ഷരതയിൽ കേരളം 1-ാം സ്ഥാനം, ഗുജറാത്ത് 9-ാം സ്ഥാനം. ശിശുഭരണ നിരക്കിൽ കേരളം 1-ാം സ്ഥാനം, ഗുജറാത്ത് 17-ാം സ്ഥാനം. ശുചിത്വത്തിൽ കേരളം 1-ാം സ്ഥാനം, ഗുജറാത്ത് 18-ാം സ്ഥാനം. പട്ടണ നിർമ്മാർജ്ജനത്തിൽ കേരളം 1-ാം സ്ഥാനം, ഗുജറാത്ത് 16-ാം സ്ഥാനം. സമ്പൂർണ്ണ വൈദ്യുതീകരണം കേരളം 1-ാം സ്ഥാനം, ഗുജറാത്ത് 6-ാം സ്ഥാനം. PSC നിയമനം കേരളത്തിൽ 50%, ഗുജറാത്തിൽ 10% താഴെ. അവിടെ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ജലസംഭരണികൾ തകർന്നു വീഴുന്നു. പാലങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഗുജറാത്തിന് 6 പാലങ്ങളാണ് തകർന്നു വീണത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ചിലവഴിച്ച്. അപ്പോൾ അഴിമതിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഗുജറാത്തിൻ്റെയും കേരളത്തിൻ്റെയും സ്ഥിതി, ഈ രാജ്യത്തെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അത് തീർച്ചയായും ഈ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
മൂന്നാമതും ഈ തുടർച്ചയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണം കേരളത്തിൽ വരുമെന്നൊരു യാതൊരു സംശയവുമില്ല. അന്ന് ഒരു തുള്ളി കണ്ണീരൊഴുക്കാനെങ്കിലും പ്രതിപക്ഷത്ത് എത്ര പേരുണ്ടാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ഇതാണല്ലോ നിലപാടുകൾ. ഗവൺമെൻറ്റിനെ ക്രിയാത്മകമായി പിന്തുണയ്ക്കുന്നതിന് പകരം ഗവൺമെൻറ് ജനനന്മയുള്ള രാഷ്ട്രീയത്തെ, ജനനന്മയെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന, നന്മയെ മറച്ചു പിടിക്കുന്ന ഇത്തരം പ്രചരണങ്ങൾ അവർക്ക് തന്നെ ആപത്താണ് എന്ന് സൂചിപ്പിക്കാൻ അവസരം ഉപയോഗിക്കുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇനിയും കേരളത്തിൽ തുടർച്ചയായിട്ട് അധികാരത്തിൽ വരും. അതിന് ഈ നാടിൻ്റെ പിന്തുണയുണ്ട്. ഞാൻ ഈ നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി അനുകൂലിക്കുകയാണ് സാർ.